ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ ഇത്രയും നേരം ഡെറിവേറ്റീവിന്റെ ബേസ് കോൺസെപ്റ്റ്സും പ്രൊഡക്റ്റ് റൂൾ, സം റൂൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. ഇനി ഈ സാധനത്തിലോട്ട് വരാം. ഡെറിവേറ്റീവ് ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. കേൾക്കുമ്പോൾ തന്നെ പേടിയോ അല്ലേ? ഒന്നാമത്തെ ട്രിഗണോമെട്രിയും പാടാ, ഇതിലോട്ട് ഡെറിവേറ്റീവും പാടാന്ന്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രിഗണോമെട്രി ഭയങ്കര സിമ്പിളാണ്. ഡെറിവേറ്റീവ് മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളാ. സോ അത്രേ ഉള്ളു കാര്യം. ഓക്കെ, ജസ്റ്റ് സിമ്പിളാക്കി പറഞ്ഞുതരാം. ഈ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനൊരു പ്രിക്വസൈറ്റ് ഉണ്ട്. അതായത് ഇതിന് മുമ്പ് ഞാൻ ചെയ്ത ട്രിഗണോമെട്രിയുടെ വീഡിയോ ഉണ്ട്, അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് അത് ബേസ് ചെയ്തായിരിക്കും ഞാൻ ഇത് പറയുന്നത്. ഇത് കാണാൻ വരുവാന്ന്, അത് കാണുന്ന നല്ലതായിരിക്കും എന്നല്ല, അത് കണ്ടാലേ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഏറ്റവും ആദ്യം സൈൻ തീറ്റ. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മൂവ് ചെയ്യുമ്പം സൈൻ്റെ വേവ് പോകുന്നത് എങ്ങനെയാന്ന് മീൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെ വന്നേന്ന് അതാ വീഡിയോ ഉണ്ട്, കറക്റ്റ് മനസ്സിലാവും. അതായത് ജസ്റ്റ് നോക്ക്, ഈ ലൈനാണ് സൈൻ തീറ്റ ലൈൻ. ഇതെങ്ങനെ വന്നെന്ന് ചോദിക്കില്ല, കറക്റ്റ് ഞാൻ വീഡിയോ പറയുന്നുണ്ട് ഈ ലൈൻ എങ്ങനെ വരുന്നതെന്ന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്ക്. സൈൻ തീറ്റ ലൈൻ്റെ ലെങ്ത് കൂടി വരുന്നു, മാക്സിമത്തിൽ എത്തുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു, പിന്നെ നെഗറ്റീവിലോട്ട് പോകുന്നു, പിന്നെ അതാ വീണ്ടും സീറോയിലെത്തുന്നു. ഒരു സൈക്കിൾ കംപ്ലീറ്റ്. അങ്ങനെ 2 സൈക്കിൾ. ഇത് കറക്റ്റ് പറയുന്നുണ്ട് അങ്ങനെ ഇത് വരുന്നതിന്. കോസ് തീറ്റയുടെ എന്ന് പറഞ്ഞാൽ ലൈൻ വരച്ചു പോയതാ ഇങ്ങനെ വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു എല്ലാത്തിൻ്റെ എങ്ങനെയാന്ന്. ടാനിൻ്റെ ആ വീഡിയോ കറക്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് എങ്ങനെയാന്ന്. കോട്ടിൻ്റെ ഇത് മനസ്സിലായില്ല, അത് കയറി നോക്കിയാലേ അത് പിടി കിട്ടത്തുള്ളൂ. ഓക്കെ, സീക്കിൻ്റെ അതുപോലെ തന്നെ കൊസീക്കിൻ്റെ. ഓക്കെ, ഇനി ഓക്കെ നമുക്ക് സൈൻ തീറ്റ ചൂസ് ചെയ്യാം. ബാക്കി ഈ ടാനിന്റെയും കോട്ടിന്റെയും ഒക്കെ ഡെറിവേറ്റീവ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് ബേസിക് ആയിട്ട് സൈനിന്റെയും കോസിന്റെയും ഒക്കെ എങ്ങനെയാന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എങ്ങനെ ടാന്റെയും കോട്ടിന്റെ ഒക്കെ നോക്കണമെന്ന്. ഓക്കെ, ഇതാണല്ലോ ഇപ്പൊ നോർമൽ സൈൻ്റെ വേവ് വരയ്ക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് അപ്പം നമുക്ക് സൈൻ തീറ്റയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഡെറിവേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ചില കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ഈ ട്രേസ് ചെയ്ത് പോകുമ്പോൾ ഈ ലൈൻ, അതായത് ഇതിന്ന് തന്നെ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സൈൻ തീറ്റയുടെ ലൈൻ ഇങ്ങനെ കറക്റ്റ് ഈ വേവ് ഫോം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണമെന്ന കാര്യം, ഈ കാണുന്ന സ്ലോപ്പ് നോക്കണം. സ്ലോപ്പ് എങ്ങനെ വന്നെന്ന് പറയാം. സ്ലോപ്പിന്റെ വാല്യൂ നോക്കണം. അതുപോലെ തന്നെ ഈ വരച്ചു വന്ന ബ്ലൂ ലൈൻ നോക്കണം. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഈ സ്ലോപ്പിന്റെ കിട്ടുന്ന വാല്യൂസ് മാർക്ക് ചെയ്യുക നമ്മളിവിടെ. ഓക്കെ, ഈ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞ ഈ സ്ലോപ്പിന്റെ വാല്യൂസ് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ട. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. അതായത് ഇവിടെ 1 കിട്ടി. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇവിടെ 0യും ഇവിടെ 1ഉം ഇവിടെ -1ഉം ഒക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സൈൻ തീറ്റയുടെ വാല്യൂ എങ്ങനെയാണ് 1ന്റെ -1ന്റെ ഇടയ്ക്ക് നിൽക്കുന്നതെന്നും എല്ലാം കറക്റ്റ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ കയറി നോക്കണം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നോക്ക്, സ്ലോപ്പിന്റെ വാല്യൂ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതായത് ആദ്യം ആ റെഡ് വാല്യൂ നോക്കണം. ഓക്കെ, ആദ്യം കാണുന്ന സ്ലോപ്പിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഞാൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലോപ്പിന്റെ വാല്യൂ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് വേണ്ടേ ഈ പറയുന്ന ബ്ലൂ ലൈനും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ പോയി കണ്ടേ സ്ലോപ്പ് മേളിലെത്തി. സ്ലോപ്പ് 0 ആകുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഒരു ചരിവും ഇല്ല, അതായത് dy/dx ഇല്ല, എന്താ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഇല്ലാത്തപ്പോൾ അത് നേരെ ബ്ലൂവിൽ ഹിറ്റ് ചെയ്ത്. ഓക്കെ, ഇനി കണ്ടേ സ്ലോപ്പ് നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബ്ലൂ അതിനനുസരിച്ച് മറക്കുക. അതായത് ഞാൻ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന സ്ലോപ്പിന്റെ വാല്യൂസ് ആണ് നമ്മൾ ഈ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. അത്രയും മാത്രം ഇപ്പം അറിഞ്ഞാൽ മതി. ഈ കാണുന്ന സ്ലോപ്പിന്റെ വാല്യൂസ്, അതായത് ഇതിന്റെ ഈ കാണുന്ന സ്ലോപ്പിന്റെ വാല്യൂസ് ആണ് നമ്മൾ ഈ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓൾസോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സ്ലോപ്പ് അറ്റ് എ പോയിന്റ്. പക്ഷെ ക്ലിയർ കട്ട് ആയിട്ട് അതാ കഴിഞ്ഞ വീഡിയോ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. സ്ലോപ്പ് അറ്റ് എ പോയിന്റ്, സിംഗിൾ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ആ സിംഗിൾ പോയിന്റിൽ നിന്ന് dy ചേഞ്ച് ഇൻ വൈയും ഇല്ല, ചേഞ്ച് ഇൻ എക്സും ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ ആ ഒരു dy/dx, അതായത് സ്ലോപ്പ്, അതായത് ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു അതിനെ അതായത് ഡെൽറ്റ എക്സിനെ ഒരു ഇൻഫിനിറ്റിസിമലി സ്മോളർ വാല്യൂ ആക്കി എടുത്ത് അങ്ങനെ ഒരു ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് ആ സീക്വന്റിനെ എത്രത്തോളം ടാൻജന്റ് ആക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ വീഡിയോസ് ഫോളോ ചെയ്ത് വന്നാലേ കറക്റ്റ് ഇത് മനസ്സിലാവും. ഞാൻ കറക്റ്റ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാ പറഞ്ഞ അത് കറക്റ്റ് കയറി നോക്കണം. ഇനി പറഞ്ഞല്ല, ഡെറിവേറ്റീവ് ഓഫ് ചെയ്താൽ
ആണ്ടെ ഈ കാണുന്നതാണ് നമ്മുടെ സൈൻ തീറ്റയുടെ കർവ്. ഓക്കെ, ഈ സൈൻ തീറ്റയുടെ കർവ് ചെയ്യുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് സൈൻ തീറ്റ ഈ കാണുന്നതിൽ 0, അതായത് സൈൻ്റെ ലെങ്ത് നോക്ക്. ഇത് വിഷ്വലി പറഞ്ഞുതരാം. സൈൻ തീറ്റ ലൈൻ്റെ ലെങ്ത് നോക്ക്. ഇവിടെ സൈൻ 0 നമുക്ക് 0 എന്നറിയാം, പക്ഷെ അതെങ്ങനെയാണ് വന്നതെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി അത് വീണ്ടും വീണ്ടും പറയുന്നില്ല. ഈ പറയുന്നതിന് ഇവിടെ കിട്ടാത്ത എല്ലാ റെഫറൻസും ആ വീഡിയോയിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ സൈൻ തീറ്റ 0യിൽ നിന്ന് പൊക്കൊണ്ടിരിക്കുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ കൂടി 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 90യിൽ എത്തുമ്പോൾ സൈൻ തീറ്റ മാക്സിമം 90യിൽ നിന്ന് 180 പോകുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് 0യിൽ എത്തും. 180യിൽ നിന്ന് 270 പോകുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവിൽ നിന്ന് പോയി നെഗറ്റീവ് പീക്കിലെത്തും. അവിടുന്ന് സൈൻ തീറ്റ വീണ്ടും 270യിൽ നിന്ന് 360 ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ തിരിച്ച് 0യിൽ എത്തും. ഇങ്ങനെയാണ് സൈൻ്റെ ഒരു സൈക്കിൾ. ഓക്കെ, ഈ സൈക്കിൾ ആണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സൈൻ തീറ്റയുടെ സൈക്കിൾ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ പോയിന്റിൽ സൈൻ്റെ വാല്യൂ 0 എന്ന് വന്നല്ലോ. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അതായത് ആ പോയിന്റിലാണ് സൈൻ്റെ സ്ലോപ്പ് മാക്സിമം. അതെങ്ങനെ വന്നെന്ന് ഞാൻ പറയാം. ഇപ്പം തണ്ടേ ഇങ്ങനെ ഞാൻ വരച്ച് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, അതായത് ഇവിടുന്ന് കൂടി മാക്സിമം എത്തി, പിന്നെ അവിടുന്ന് കുറഞ്ഞ് 0, അവിടുന്ന് കുറഞ്ഞ് 0 എത്തി, അവിടുന്ന് വീണ്ടും കുറഞ്ഞ് നെഗറ്റീവ് പീക്ക് എത്തി, അവിടുന്ന് വീണ്ടും കണ്ട ഈ പോയിന്റ് ഇവിടെ 0 എത്തി. ഇനി ഈ 0യിൽ നിന്നാണ് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ പോയിന്റ് കണ്ട. ഇനി നമുക്ക് സ്ലോപ്പ് വരയ്ക്കാം. ജസ്റ്റ് ഒരു സ്ലോപ്പ് വരയ്ക്കാം. ഓക്കെ, ഈ കാണുന്ന ബ്ലൂ ലൈൻ ഇപ്പോഴേ കണ്ട് ഇതാവണ്ട, ഞാൻ പറഞ്ഞത് മാർക്ക് ചെയ്ത് പോയതായിട്ടാ. ഓക്കെ, ഈ സെക്കൻഡ് സൈക്കിളിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ട ഇവിടെ കണ്ട ഈ പോയിന്റ് കണ്ട, ഈ പോയിന്റിൽ സ്ലോപ്പ് എത്ര? 0. അതെന്താ കാര്യം? അതായത് ആ പോയിന്റിൽ ഒരു ചരിവില്ല, ആ പോയിന്റിൽ dy/dx ഇല്ല. അതെന്താ കാര്യം? അതായത് ഈ പോയിന്റ് നോക്ക്, ഇതൊരു y ലൈനാ. ഈ y-യുടെ വാല്യൂ എത്ര? -1. ഈ പോയിന്റിൽ നമ്മൾ എവിടെ ലൈൻ വരച്ചാലും, അതായത് ഈ പോയിന്റ് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താലും, വളരെ ചെറുതായിട്ട് അതിന്റെ അപ്പുറത്ത് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താലും y-യുടെ വാല്യൂ എപ്പോഴും -1. മനസ്സിലായ? അപ്പൊ dy എന്ന് പറഞ്ഞാൽ എപ്പോഴും 0. അപ്പൊ സ്ലോപ്പ് dy/dx എന്ന് പറഞ്ഞാൽ എന്തോ 0 കിട്ടും. അതായത് ഈ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഏരിയ, അതാ ഈ ഏരിയ ഇത് സ്ലോപ്പ് 0 ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലായല്ല? അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്ലോപ്പ് ചെറുതായത്. dy/dx ആണ് നമ്മുടെ സ്ലോപ്പ്, ചരിവ്. ഇവിടെ y വാല്യൂ എല്ലായിടത്തും -1. അപ്പം ഈ പോയിന്റ് എടുത്താൽ, ഇവിടെ ഈ പോയിന്റ് എടുത്താലും എല്ലാം y-യുടെ വാല്യൂ -1 ഉണ്ട്. -1 എന്ന് പറഞ്ഞാൽ എങ്ങനെ വാല്യൂ 0 വരും? dy 0 ആണ്. അതുകൊണ്ട് dy/dx 0 ആണ്. ഓക്കെ, ആ പോയിന്റിൽ അതുകൊണ്ട് സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് 0 ആണ്. ഇനി നോക്ക്, സ്ലോപ്പ് താണ്ട കൂടി വന്നുകൊണ്ടേ ഇരിക്കുക. 0യിൽ നിന്ന് സ്ലോപ്പ് കൂടി വരിക. ഓക്കെ, ഈ വാല്യൂം ഈ ചരിവും നോക്കണം. അതായത് ബേസിക്കലി നമ്മൾ വന്നിട്ടുണ്ട്, സ്ലോപ്പ് എന്ന് പറഞ്ഞ ഒരു ചരിവെന്നാണ് ബേസിക്കലി നമ്മൾ നമ്മുടെ മലയാളം സ്ലാങ്ങിൽ പറയാറുള്ളത്. ഓക്കെ, എന്താണ് ആക്ച്വലി അതിനെ അങ്ങനെ വിളിക്കുന്നതെന്നും നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് വിഷ്വലി ഞാൻ കാണിച്ചു തരുന്നോണ്ടൊന്ന് നോക്കാനായിട്ട് ചരിവ് എന്നൊരു ടേം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ തണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫ്ലാറ്റ് ആയിട്ട് കിടന്ന സ്ലോപ്പ് ലൈൻ, എന്താ ഇവിടെ ഈ പോയിന്റ് ശ്രദ്ധിച്ചു നോക്ക്. ഈ പോയിന്റിൽ ഫ്ലാറ്റ് ആയിട്ട് കിടന്ന സ്ലോപ്പ് ലൈൻ പോകാണ്ട സ്ലോപ്പ് കൂടി എത്തുന്നുണ്ട്. മനസ്സിലായി? കൂടി ഈ സ്ലോപ്പിന്റെ ആ ശ്രദ്ധിച്ചാൽ മതി. താണ്ട ഈ ചരിവായിരിക്കത്തില്ല ഇച്ചിരി കൂടെ മുന്നോട്ട് പോകുമ്പോൾ. കണ്ട ഇത് ആംഗിളിന് വ്യത്യാസമുണ്ട്. അതായത് ഈ കണ്ട എന്താണ് 0യിൽ നിന്ന് സ്ലോപ്പ് കൂടി പൊക്കൊണ്ടേ ഇരിക്കുക. കൂടി എവിടം വരെ? ഈ പോയിന്റ് വരെ. മനസ്സിലായോ? എവിടെ? ഈ പോയിന്റ് വരെ കൂടിയെത്തും. ഈ പോയിന്റിൽ സ്ലോപ്പ് 1 ആയിരിക്കും. ഇനി അങ്ങോട്ട് പോയാൽ സ്ലോപ്പ് കുറയും. നോക്ക്, വീണ്ടും ചരിവ് കുറഞ്ഞ് ഫ്ലാറ്റ് ആവുന്നുണ്ടോ? ഫ്ലാറ്റായി 0 എത്തും. ഓക്കെ, ഇതിൽ നിന്നൊരു കാര്യം എന്ത് മനസ്സിലായി? ഈ പോയിന്റിലാണ് സ്ലോപ്പ് പീക്ക്. ഏത്? ഈ 0യിൽ കണ്ടോ? അത് കഴിഞ്ഞാൽ സ്ലോപ്പ് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അതിന് താപ്പോട്ട് സ്ലോപ്പ് പീക്കിനെക്കാട്ടി കുറവായിരിക്കും, മേളിലും കുറവായിരിക്കും. അതായത് എനിക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 0യിൽ നിന്ന് സ്ലോപ്പ് കയറി ഇവിടെ ഒന്ന് പീക്ക് എത്തി, പിന്നെയും കുറഞ്ഞ് മേളി എത്തി 0 എത്തി. ഇനി അടുത്ത സൈക്കിളിൽ സ്ലോപ്പ് കുറഞ്ഞു പോവുക. മനസ്സിലായി? സ്ലോപ്പ് നെഗറ്റീവാ. ഓക്കെ, അതെങ്ങനെ ഈ കർവുകളിൽ നെഗറ്റീവ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, ഇവിടെ എങ്ങനെ? ഇവിടെ പോസിറ്റീവ് സ്ലോപ്പ്, അതായത്
ഇങ്ങോട്ടാ വരച്ചേക്കുന്നത്. അതായത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഒരു y ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് ഇവിടെ ആയിരിക്കും. അപ്പം ഈ പോയിന്റിനെ കമ്പയർ ചെയ്ത് y എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ, അതായത് ഒരു dy എടുത്താൽ ഇവിടുന്ന് ഇവിടോട്ടാ മൈനസ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും dy പോസിറ്റീവ് ആയിരിക്കും. x എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച എക്സും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് സ്ലോപ്പ് ആ പോയിന്റിൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആ പോയിന്റിൽ സ്ലോപ്പ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആയിട്ട് വരുന്നതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ മൂവ് ചെയ്ത് മേലോട്ട് പോയാൽ അവിടെ എത്തി സ്ലോപ്പ് 0 ആയിട്ട് ഇനി നെഗറ്റീവ് സ്ലോപ്പാ. ഉണ്ടോ, താപ്പോട്ട് നെഗറ്റീവ് സ്ലോപ്പ് വന്നുകൊണ്ടേയിരിക്കും. വന്ന് എന്ത് നെഗറ്റീവ് സ്ലോപ്പ് ഈ പോയിന്റ് എത്തുമ്പോൾ നെഗറ്റീവ് സ്ലോപ്പ് മാക്സിമം എത്തും. മനസ്സിലായോ? കറക്റ്റ് ഈ പോയിന്റിൽ നെഗറ്റീവ് സ്ലോപ്പ് മാക്സിമം എത്തും. പിന്നെ അവിടുന്ന് താപ്പോട്ട് കുറഞ്ഞ് സ്ലോപ്പ് 0-യിലെത്തും. ഓക്കെ, വീണ്ടും അവിടുന്ന് കൂടി ഈ പോയിന്റിലെ മാക്സിമത്തിൽ ഹിറ്റ്. ഇങ്ങനെയാണ് ഇത്. ഞാൻ ഈ സൈക്കിളോട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ പറഞ്ഞു തന്നെ എന്തിനാന്ന് ചോദിച്ചാൽ ഇനി ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇനി ഇതാ 0 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ എന്താ, ഈ പോയിന്റിലായിരിക്കും സ്ലോപ്പ് മാക്സിമം. സ്ലോപ്പിന്റെ വാല്യൂ എത്ര? 1. ഈ ബ്ലൂ ലൈനെ അവിടെ മാർക്ക് ചെയ്ത് ഇനി പോകുമ്പോൾ സ്ലോപ്പ് കുറഞ്ഞു വരിക. അതായത് ചരിവ് കുറഞ്ഞ് വന്ന് ഫ്ലാറ്റായി വന്ന്. ഓക്കെ, ഇനി താഴോട്ട് പോകുമ്പോൾ എന്താ, സ്ലോപ്പ് നെഗറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, ബ്ലൂ ലൈൻ അതിനനുസരിച്ച് ട്രേസ് ചെയ്ത് പോകുന്നുണ്ടോ. ഇനിയിപ്പോൾ സ്ലോപ്പ് നെഗറ്റീവിലോട്ടാ. ഓക്കെ, നെഗറ്റീവിലോട്ട് പോയി ഇവിടെ നെഗറ്റീവ് പീക്ക് ടച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ പോസിറ്റീവ് പീക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ നെഗറ്റീവ് പീക്കായി. ഇനിയും താന്ന് ഇതാ പോയാൽ സ്ലോപ്പ് എന്താ, ഇനി നെഗറ്റീവ് പീക്കിന്ന്, അതായത് ഈ നെഗറ്റീവ് പീക്കിന്ന് സ്ലോപ്പ് തിരിച്ച് 0-യിലോട്ട് എത്തുക. അതായത് നെഗറ്റീവ് വാല്യൂന്ന് 0-യിലോട്ട് മൂവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുക ആക്ച്വലി. ഇത് ജസ്റ്റ് നോക്ക്, ഈ പോയിന്റിൽ നെഗറ്റീവ് 1 ആണെങ്കിൽ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് -0.8 നെഗറ്റീവ് 1-നെക്കാട്ടി വലുതാണ് -0.8. ഓക്കെ, അങ്ങനെ ഈ വാല്യൂയിൽ എത്തുമ്പോൾ സ്ലോപ്പ് വീണ്ടും 0. കണ്ടോ, ഇനി ഇവിടുന്ന് പോയി ഈ പോയിന്റിൽ പീക്കോ. ഓക്കെ, ഈ പോയിന്റിൽ പീക്കോ. ഇതേ സൈക്കിൾ തന്നെയാണ് ഇവിടോട്ടും സംഭവിക്കുന്നത്. മനസ്സിലായി? സെയിം സൈക്കിൾ, സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഇങ്ങോട്ട് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ കാര്യം. ഇപ്പൊ മനസ്സിലായ ബ്ലൂ ലൈൻ എങ്ങനെ മാർക്ക് ചെയ്തു വന്ന്, അതായത് ഇവിടെ 1, ബ്ലൂ ലൈൻ 1, ഇവിടെ 0-യുടെ അടുത്ത്, ഇവിടെ 0-യുടെ അടുത്ത്. ഈ പോയിന്റിൽ 0, ഇവിടെ 0. അതായത് ആ ബ്ലൂ ലൈൻ ഈസ് ആക്ച്വലി ആ സ്ലോപ്പിന്റെ വാല്യൂസ് മാർക്ക് ചെയ്ത് പോകുന്നതാ. ഓക്കെ, ഇവിടെ പിന്നെ ഈ ട്രയാങ്കിൾ കണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട. ഈ ട്രയാങ്കിൾ ആക്ച്വലി, അതായത് ഡെറിവേറ്റീവ് അറ്റേ പോയിന്റിന് ഇത്രയും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തില്ല. അതായത് ഇപ്പൊ നിങ്ങൾ സൂം ഇൻ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ കാണാം. അതുകൊണ്ട് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മീൻസ് ഈ പോയിന്റിന് ഈ പോയിന്റ് വരെയുള്ള dy മൈനസ് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള dx. അങ്ങനല്ല. ഇത് ഞാൻ ജസ്റ്റ് ട്രയാങ്കിൾ കണ്ണുകൊണ്ടൊന്ന് കാണാനായിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്തേ ഉള്ളൂ. അത് അത്രയും കൺസിഡർ ചെയ്തിട്ടല്ല. നമ്മളിവിടെ സ്ലോപ്പ് എടുക്കുന്നത് സ്ലോപ്പ് അറ്റ് സിംഗിൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഈ പോയിന്റിൽ സ്ലോപ്പ് കൺസിഡർ ചെയ്യുക. ഈ പോയിന്റും ഇതിനോട് അടുത്ത് വരുന്ന വളരെ ചെറിയ പോയിന്റ്. ഓക്കെ, അല്ലാതെ ഇവിടം തൊട്ട് ഇവിടം വരെ അല്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ അങ്ങനെ വരച്ചെത്തിയപ്പം എനിക്ക് ആ നീല ലൈനാണ് ഈ ഗ്രീൻ ലൈനിന്റെ സ്ലോപ്പ് എന്ന് മനസ്സിലായേ. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ വരെ എത്തി. ഇനി നിങ്ങളുടെ മൈൻഡിൽ ഈ പച്ച ലൈനും ഈ നീല ലൈനും കാണണം. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കാണിക്കാം. ഈ നീല ലൈൻ ശ്രദ്ധിച്ചിരുന്നോണേ. കണ്ടോ, കോസിന്റെ കേസ് വന്നപ്പം ആ നീല ലൈൻ ഈ പച്ച ലൈനായില്ലേ. അതായത് ഇവിടുത്തെ ഈ നീല ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി മനസ്സിലായി, ഈ നീല ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ കോസ് തീറ്റ തന്നെ. അതായത് നമ്മൾ പഠിച്ച ഡെറിവേറ്റീവ് ഓഫ് ദിസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അതെങ്ങനെ വന്നെന്ന് ഇപ്പൊ മനസ്സിലായി, ഈ സ്ലോപ്പ് മാർക്ക് ചെയ്തുകൊണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ പോയിന്റിൽ സ്ലോപ്പ് മാക്സിമം. ഓക്കെ, ആ സ്ലോപ്പ് മാക്സിമം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലോപ്പ് അറ്റേ പോയിന്റ്. ഓക്കെ, എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടിറങ്ങി കാണിച്ചു തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സെയിം സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്ന ഇവിടെ വെച്ച് നേരത്തെ കാണിച്ചു തന്നെ. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടുന്ന് താപ്പോട്ട് സ്ലോപ്പ് എപ്പോഴും കുറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അങ്ങനെ കുറഞ്ഞു വരുന്നതിൽ നിന്ന് സ്ലോപ്പ് കണ്ടേ ഈ പോയിന്റിലെ മാക്സിമം വന്നത്, മാക്സിമം വാല്യൂ 1. അതായത്
ഈ വര ഇങ്ങനല്ല, അതായത് ആ പോയിന്റിൽ ഈ പറയുന്ന ടാൻജന്റ് കറക്റ്റ് വെർട്ടിക്കലി നിൽക്കും. ഓക്കെ, അത് ഇപ്പൊ ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. അതുകൊണ്ടാണ് ഞാൻ ആ സൈക്കിളോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങോട്ടും സൈൻ്റെ ഇതിങ്ങനെ വരച്ചു. നമ്മുടെ ഇവിടെ ട്രയാങ്കിൾ ആയതുകൊണ്ട് മാത്രമേ കാണിക്കാത്ത. വേണ്ട, സ്ലോപ്പ് ഇവിടുന്ന് മാക്സിമത്തിൽ നിന്ന് ഇവിടെ കുറഞ്ഞെത്തി, പിന്നെ സ്ലോപ്പ് നെഗറ്റീവായി മീൻസ് കുറഞ്ഞു കുറഞ്ഞ് നെഗറ്റീവ് സ്ലോപ്പ്. അപ്പൊ കുറഞ്ഞു കുറഞ്ഞ് സീറോയിലെത്തി, വീണ്ടും നെഗറ്റീവ് പീക്ക് എത്തിയിട്ട് പിന്നെ ഇതാ ഇവിടെ സീറോ എത്തി, പിന്നെ കൂടി 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 മാക്സിമത്തിൽ എത്തിയിട്ട് വീണ്ടും കുറഞ്ഞു കുറഞ്ഞ് സീറോ എത്തി. ഓക്കെ, ഈ വരച്ചു വന്ന സ്ലോപ്പ് ഇങ്ങനെ വരച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ആ ബ്ലൂ ലൈനാണ് കോസ് തീറ്റ. അതായത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ ഇങ്ങനെയാണ് കോസ് തീറ്റ ആവുന്നത്. ഞാൻ ജസ്റ്റ് കോസ് തീറ്റയും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഡെറിവേറ്റീവ് ഓഫ് ചെയ്യാം. ഇതാണ് കോസ് തീറ്റയുടെ ലൈൻ. ഓക്കെ, ഇതെങ്ങനെയാ വരുന്നതെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് ഓൺ ചെയ്യാം. അതിന് മുമ്പ് ഹാഫ് സൈക്കിളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, നേരത്തെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തൊട്ട്. ഓക്കെ, ഇവിടെ തൊട്ട് സെക്കൻഡ് സൈക്കിളിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റിൽ സ്ലോപ്പ് എന്താ നേരത്തെ വന്നിട്ടുണ്ട്, അതായത് പ്ലെയിൻ വരാം. ഈ പോയിന്റിൽ y എല്ലാം 1 ആയിരിക്കും, അപ്പൊ dy എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് സ്ലോപ്പ് 0 ആ. ഇനി ഇവിടുന്ന് സ്ലോപ്പ് കണ്ട നെഗറ്റീവിലോട്ടാവും, സ്ലോപ്പ് കുറഞ്ഞു കുറഞ്ഞാ പോകുന്നത്. കണ്ടോ, നെഗറ്റീവ് സ്ലോപ്പാ. അങ്ങനെ കുറഞ്ഞു ഇവിടെ എത്തുമ്പോൾ -1, അതായത് പീക്കിലെത്തും. ഓക്കെ, പീക്കിലെത്തിയിട്ട് വീണ്ടും താപോട്ട് പോകുമ്പോൾ അവിടുന്ന് നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിലും കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി ഈ പോയിന്റ് എത്തുമ്പോൾ 0, വീണ്ടും 0. ഓക്കെ, അവിടുന്ന് പിന്നെയും പോകുമ്പോൾ കൂടി ഇവിടെ മാക്സിമം എത്തും. ഓക്കെ, എന്നിട്ട് അവിടുന്ന് നേരെ വീണ്ടും പോയി 0-ലെത്തും. ഓക്കെ, ഞാൻ ഈ സെക്കൻഡ് സൈക്കിൾ മാത്രം ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഈ പോകുന്ന ലൈനിന്റെ സ്ലോപ്പ് വരച്ചു പോയാൽ എങ്ങനെ എത്തുമെന്നതാ ഇപ്പൊ ഞാൻ പറഞ്ഞ. ഓക്കെ, ഈ പോന്നെ. ഇനി അത് വീണ്ടും ഫസ്റ്റ് സൈക്കിൾ വിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഈ പോയിന്റ് സ്ലോപ്പ് 0 അപ്പൊ ഈ ബ്ലൂ നിൽക്കുന്ന ഇവിടെ 0 ഇനി ഞാൻ പോയിക്കൊണ്ടേയിരിക്കുക. സ്ലോപ്പ് നെഗറ്റീവിലോട്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കണ്ടോ, നമുക്ക് സ്ലോപ്പ് നെഗറ്റീവില്ല. പോയി വീണ്ടും നെഗറ്റീവ് മാക്സിമം എത്തിയിട്ട് വീണ്ടും 0 ചെന്ന് ഹിറ്റ്. ഓക്കെ, ഇനി അവിടുന്ന് വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ സ്ലോപ്പ് കൂടി ഈ മാക്സിമത്തിൽ ഹിറ്റ്. വീണ്ടും അവിടുന്ന് സ്ലോപ്പ് കുറഞ്ഞ് നേരെ ഒന്ന് 0 തൊടും. ആ സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ പോയി സെക്കൻഡ് സൈക്കിളും കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഈ കാണുന്നതാണല്ലോ നമ്മുടെ കോസ് തീറ്റ. ഓക്കെ, ഈ കാണുന്നതാണല്ലോ നമ്മുടെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു. ഈ ലൈൻ നിങ്ങൾ നേരത്തെ എവിടെയും കണ്ടിട്ടുണ്ട്, ഈ നീല ലൈൻ. ഈ നീല ലൈൻ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല, പക്ഷെ ഈ നീല ലൈനായിട്ട് സിമിലർ ആയിട്ടൊരു ലൈൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ ഡെറിവേറ്റീവ്, ഇതാണ് ഡെറിവേറ്റീവ്. ഓക്കെ, ഡെറിവേറ്റീവ് എങ്ങനെയാണെന്ന് ഓർത്ത് വെച്ചാണ് ഈ കാണുന്ന ലൈൻ. ഓക്കെ, ഈ കാണുന്ന ലൈൻ നമ്മൾ നേരെ സൈൻ തീറ്റ വന്ന സൈൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നത്? ഇതാ ഇങ്ങനല്ലേ? ഇങ്ങനെ മറക്കല്ല, സൈൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. കോസിന്റെ ഡെറിവേറ്റീവ് വരുന്നത് എങ്ങനെ? ഇങ്ങനെ. അതായത് നമ്മൾ നേരത്തെ കണ്ട സൈൻ തീറ്റയുടെ ആ ഗ്രാഫ് തിരിച്ചിട്ട, അതായത് ഇൻവേർട്ട് ചെയ്ത, ഇതിനെ പിടിച്ച് തലതിരിച്ച സൈൻ തീറ്റ അതില്ല. അതായത് സൈൻ തീറ്റ വരയ്ക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ. അതിന്റെ നേരെ തലതിരിച്ചല്ലേ നമ്മൾ ഇത് വരച്ച് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ സൈൻ തീറ്റ പോയിട്ട്. ഈ കാണുന്ന പച്ച ലൈനല്ലേ നമ്മുടെ സൈൻ തീറ്റ? ഈ കാണുന്നതല്ലേ നമ്മുടെ കോസ് തീറ്റ ഡെറിവേറ്റീവ്? അതായത് ആ സൈൻ തീറ്റയുടെ നേരെ തല തിരിച്ച് വെച്ചേക്കുമല്ലേ, അതായത് നെഗറ്റീവ് സൈൻ തീറ്റ. ഇപ്പൊ മനസ്സിലായ ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എങ്ങനെ നെഗറ്റീവ് സൈൻ തീറ്റ ചെയ്യുന്നത്? ഇതുപോലെ നമുക്ക് പലതിനും വരയ്ക്കാം. പക്ഷെ ടാന്റെ, അതായത് ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഈ രണ്ട് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട. ഇതാണ് ടാനിന്റെ ലൈൻ. ഈ ടാനിന്റെ ലൈനിന് എങ്ങനെയാണ് ഡെറിവേറ്റീവ് ഓൺ ചെയ്ത്, മീൻസ് അതിന്റെ ഡെറിവേറ്റീവ് നോക്കുന്നുണ്ട്. ഇതാണ് ടാനിന്റെ വരയ്ക്കുന്നത്. ഓക്കെ, കോസിന്റെ സൈൻ്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടാനിന്റെയും ഈ പറഞ്ഞതിന്റെ കൂട്ട് കോട്ടിന്റെ ഒക്കെ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, സീക്കിൻ്റെത് എല്ലാത്തിന്റെ നമുക്ക് ഇതുപോലെ വരച്ചു പോകാൻ പറ്റും. എല്ലാത്തിന്റെ സീക്കിൻ്റെത്. ഓക്കെ, ഇത് കറക്റ്റ് വരച്ചു പോകാൻ പറ്റും. ആ സ്ലോപ്പ്, അതായത് ഞാൻ ഇപ്പോഴും പറയാ, ആ സ്ലോപ്പ് എന്ന് പറഞ്ഞ ഐഡിയ കിട്ടിയാല് മനസ്സിലായി. അതായത്
സ്ലോപ്പ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്നുകൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞ ഐഡിയയും ഈ സൈൻ തീറ്റയുടെ ഈ കർവുകൾ എങ്ങനെയാ വരയ്ക്കുന്നത് എന്നുള്ളൊരു ഐഡിയയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ നമ്മൾ ഈ ജസ്റ്റ് കാണാൻ പഠിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇങ്ങനാണ് ഇത് വിഷ്വലി വരുന്നത്. ഈ ഇങ്ങനാണ് വിഷ്വലി വരുന്നത് ഒരിക്കലും നമ്മൾ പഠിച്ചാൽ പിന്നെ ഇത് മറക്കത്തില്ല. അങ്ങനെ ഇപ്പോഴും പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പ്യുവർലി ആ പറഞ്ഞ സാധനം നോക്കണം. ഏതാണ്? ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. അതുപോലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാ, ഇത്ര നോക്കിയാൽ കറക്റ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് വരയ്ക്കുന്നത് എങ്ങനെയാ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിപ്പോ കാണിച്ചത് ഇങ്ങനല്ല, ഇത് വേറെ രീതിയിലും കാണിച്ചു തരാം. ഓക്കെ.